ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിൽ പോകുന്ന വഴി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു കേട്ടോ. ഞാനൊരു ബിരിയാണി ഷിറ്റു അൽഫാം, ജ്യൂസി അൽഫാമും നാസിം റൌഫും പട്ടണാന്നും ആണ് പറഞ്ഞത് കേട്ടോ. കാരണം അവർക്ക് ഫ്ലൈറ്റിൽ പോകുന്നതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. പണി വാളിപ്പോയത് എൻ്റെ ബിരിയാണിയും ഷിറ്റുവിൻ്റെ അൽഫാമും ആയിരുന്നു കേട്ടോ. പൊട്ട ഫുഡായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം ആണ് ഒരു പൊട്ട് പോലും ഫുഡ് കഴിക്കാതിരിക്കും. കാരണം അത്രയും ടേസ്റ്റ് ഇല്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ഇതും കൂട്ടി രണ്ടാമത്തെ വട്ടാട്ടോ എനിക്ക് ഫുഡ് ശരിയാവാത്തത്. എയർപോർട്ടിൽ പോകുന്ന വഴി ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം ഇതുപോലും കിട്ടാതിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം. ഒട്ടും ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ടാട്ടോ നിങ്ങൾ ഫുഡ് ബാക്കി വെക്കുന്നത്. ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെയാണല്ലോ ഓർഡർ ചെയ്യേണ്ടാവും. കാരണം എനിക്ക് ബിരിയാണിയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം പാളിപ്പോയി. കാരണം അവിടെയുള്ള കഴിക്കുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അവരൊക്കെ ആസ്വദിച്ച് കഴിക്കണ്ടായിരുന്നു. മേ ബി നമ്മുടെ ടേസ്റ്റിനും നമ്മുടെ നാട്ടിലുള്ള ടേസ്റ്റിനും ഇവിടുത്തെ ടേസ്റ്റിനും വ്യത്യാസമുള്ളത് കൊണ്ടായിരിക്കാം എന്തോ ശരിയായില്ല. പക്ഷെ എനിക്കത് ശരിയായില്ല എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. കാരണം ഞാൻ അവിടെ തന്നെ വോമിറ്റും കൂടെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നാസിർ റൌഫിനെയും എയർപോർട്ടിൽ വിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കട്ടെ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. കാരണം 254 കിലോമീറ്റർ ആണ് കേട്ടോ വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്കും. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടും അതേ തന്നെയാണ്. മൊത്തം ഒരു 508 കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന വഴി ഫുഡ് കഴിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു വട്ടം പാളിയതും 2 വട്ടം പാളിയതും ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് വീട്ടിലെത്തിയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, അപ്പം ഞാൻ ഒന്നും കഴിക്കില്ല എന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നു. ചായ കുടിക്കാനുള്ള ഒരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും നല്ല ചായ കുടിക്കാൻ കൂട്ടുണ്ട് നിർത്താൻ ചുറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടി ചുറ്റും ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് പുളിപ്പാട്ടൊക്കെ പാടി ആസ്വദിച്ച് വരാം കേട്ടോ. കുറച്ച് ലൈറ്റ് എന്നെ മുഖത്ത് അടിച്ചപ്പോൾ ഞാൻ ഷോ കാണിക്കാനുണ്ട്. കാരണം എനിക്ക് എൻ്റെ ആ ലൈറ്റ് അടിക്കുന്ന ഫേസ് ഭയങ്കര ആയിട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല വെയിലൊക്കെ തിരിച്ചൊരു 6 മണിയൊക്കെ ആയെങ്കിലും 6:30 ആയെങ്കിലും ലൈറ്റ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴി നല്ലൊരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു കേട്ടോ. കണ്ടിട്ട് എൻ്റെ കിളി പറയും വണ്ടിയൊക്കെ ചിന്നി ചെതറിയിരിക്കുന്നേ. അപ്പൊ തന്നെ ആൾക്കാർ അവിടെ നിന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തോന്നുന്നു. അതേപോലെ 2 പശുക്കളെ കൊണ്ടുപോകുന്നു കേട്ടോ. അതിലൊരു പശു വീണു, അതിന് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ ഷിറ്റുനോട് പറയുന്ന ഡ്രൈവറോട് പറയുന്നു. അപ്പൊ ഒരാൾ എണീറ്റ് വന്ന് അതിന്റെ മേലേക്ക് ചവിട്ടുന്നുണ്ടായിരുന്നു. കൂടെ കണ്ട് എനിക്ക് ആകെ എൻ്റെ ബോധം പോയൊരവസ്ഥയാണ്. നല്ലോണം ടയേർഡും ആയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ. കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.